ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ SSLC 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. നിങ്ങൾ ഇപ്പോൾ എഴുതിയ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മളുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. ക്രിസ്മസ് എക്സാമിന് നടന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ അധികം വായിക്കില്ല, അങ്ങനെയാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആവും. അതുകൊണ്ടാണ് ചിലത് മാത്രമേ വായിക്കുള്ളൂ. ആൻസർ ആയിരിക്കും മുഖ്യമായിട്ടും ഫോക്കസ് ചെയ്യുക. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആൽജിബ്രിക് ഫോം ഓഫ് എൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 3 - 5n. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ എന്നിൻ്റെ കൂടെ ഉള്ളത് തന്നെയായിരിക്കും കോമൺ ഡിഫറൻസ്, -5. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 4, 7. ഓപ്ഷൻ സി. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 2√2√3 2√3 ബി ആണ് ആൻസർ വരിക. നാലാമത്തതിൻ്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി, 70 ഡിഗ്രിയാണ്, 70 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ 110 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ 70 ഡിഗ്രി ആയിരിക്കും. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? 180 കേട്ടോ. അപ്പോൾ ഈ 180ൽ നിന്ന് ഈ 110 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 70 വരുമല്ലോ. ആ 70 ആണ് 70. അഞ്ചാമത്തതിൻ്റെ ആൻസർ വരുന്നത് 4, ഓപ്ഷൻ ഡി 4. ഇനി നമുക്ക് ആറാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം ആണ് ആൻസർ വരിക. 2 ആൻഡ് 4, 2 and 4 കേട്ടോ. അതായത് ഇതുമാണ് വരിക. ഏഴാമത്തതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ സി ആണ് ആൻസർ ഏഴാമത്തതിൻ്റെ. എട്ടാമത്തതിൻ്റെ ആൻസർ വരുന്നതും സി ആണ്, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിവിടെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ എയുടെ എല്ലാ ആൻസേഴ്സും. ഫസ്റ്റ് -5 2 സി ആണ്, 4ഉം 7ഉം 3 2√3. നാലാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 70 ഡിഗ്രി. അഞ്ചാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4. ആറാമത്തതിൻ്റെ ആൻസർ 2ഉം 4ഉം കറക്റ്റാണ്. ഏഴാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. എട്ടാമത്തതിൻ്റെ ആൻസറും ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ എ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷനിൽ നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത്, എ ബോക്സ് കണ്ടെയ്ൻസ് 12 വൈറ്റ് ബീഡ്സ് ആൻഡ് 8 ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്. 12 വെള്ള മുത്തുകളും 8 ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. ഇഫ് എ ബീഡ് ഈസ് ടേക്കൺ ഫ്രം ദ ബോക്സ് വിതൗട്ട് ലുക്കിംഗ്, നമ്മൾ നോക്കാതെ തന്നെ ഓരോ ബീഡുകൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കാണണം. നമുക്ക് 2 ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ വൈറ്റ് ബീഡ്? അത് വെള്ള ആവാനുള്ള ചാൻസ്. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി വൈറ്റ് ബീഡ് ഷുഡ് ബി ആഡഡ് ടു ദ ബോക്സ് ടു മേക്ക് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ് ഈസ് 1/8. അപ്പോൾ ഇതും കണ്ടുപിടിക്കണം. പത്താമത്തെ ചോദ്യം അർത്തമെറ്റിക് സീക്വൻസിൽ നിന്നുള്ളതാണ്. എട്ടാമത്തെ ടേം എന്ന് പറയുന്നത് 23ഉം 11ാമത്തെ ടേം 27ഉം ആണെങ്കിൽ 5th ടേം കാണണം, 17th ടേം കാണണം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസും കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ ബിയിലെ ആദ്യത്തെ 9ാമത്തതിൻ്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് വൈറ്റ് ബീഡ് ആവാനുള്ള പ്രോബബിലിറ്റി 3/5 ആണ്. രണ്ടാമത്തതിൻ്റെ ആൻസർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ് ആണെങ്കിൽ 8/24 ആണ്. ഓക്കെ. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് മോർ ആഡഡ് ആണെങ്കിൽ 24-ന് 20 കുറച്ചാൽ എത്ര കൂടുതലുണ്ട്? 4 ആണ് ആൻസർ വരിക. പത്താമത്തതിൻ്റെ കോമൺ ഡിഫറൻസ് വരുന്നത് പത്താമത്തതിൻ്റെ ആൻസർ ആദ്യം 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് കാണുക, 4 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം നമ്മൾ 5th ടേം കാണണം അല്ലേ? 5th ടേം കാണാൻ xy = x8 - 3d ദാറ്റ് ഈസ് ഈക്വൽ ടു 23 - 4 19 കിട്ടും. രണ്ടാമത്തതിൻ്റെ x17th ടേം കാണണം. x8 + 9d = 23 + 12 35 കിട്ടും. ഇനി കാൽക്കുലേറ്റ് ദ സം ഉണ്ടല്ലോ, തേർഡിൻ്റെ ആൻസർ വരുന്നത് 12 ഇൻറ്റു x8 + x17 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 23 + 35. ആൻസർ 696 696 എന്ന് കിട്ടും. ഇനി സെക്ഷൻ സിയിലെ 11ാമത്തെ ചോദ്യം. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 2 വെർട്ടിസസ്? ഈ 2 വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ് കാണണം. 2, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽസ് ഓഫ് ദ റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിൾ ഡയഗണലിൻ്റെ ലെങ്ത്തും നമ്മൾ കണ്ടുപിടിക്കണം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെയും കണ്ടുപിടിക്കണം. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്ന ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ലാർജർ ട്രയാങ്കിൾ. ലാർജർ ട്രയാങ്കിളുടെ ഈ വെർട്ടിസസ് കാണണം. ഈ മൂലകളുടെയൊക്കെ വാല്യൂ ABC നമ്മൾ കാണണം. 11ഉം 12ഉം നോക്കാം. 11ൻ്റെ ഫസ്റ്റത്തെ ആൻസർ വരുന്നത്
ബിയുടെ അവിടെ 6 1, ഡിയുടെ മാർക്ക് ചെയ്ത് അവിടെ 2 4. രണ്ടാമത്തതിൻ്റെ ആൻസർ ലെങ്ത് ഓഫ് ദ ഡയഗണൽ കാണാൻ റൂട്ട് ഓഫ് 6 മൈനസ് 2 ഇതാണ് കേട്ടോ. 6 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ഈ 4ഉം 1ഉം ആണ് എടുത്തിരിക്കുന്നത്. 4 മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 നമ്മുടെ ആൻസർ കിട്ടും. 12ാമത്തതിൻ്റെ ആൻസർ നമുക്ക് ബി സി എ 3 വെർട്ടിസസിൻ്റെയും വാല്യൂ കാണണം. അപ്പോൾ ബിയുടെ ആൻസർ വരുന്നത് 3ഉം മൈനസ് 1ഉമാണ്. സിയുടെ ആൻസർ വരുന്നത് 7ഉം 5ഉമാണ്. എയുടെ ആൻസർ വരുന്നത് 5ഉം 7ഉം ആണ്. 11ഉം 12ഉം കഴിഞ്ഞാൽ 13ആണ്. 13ാമത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വിത്ത് ദ സർക്കിൾ ഇന്റർസെക്ട്സ് ദ എക്സ് ആക്സിസ്. 2 ഈസ് 3 to a point on the circle y. 3rd, write the coordinates of another point of the on the circle which is not on the axis. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ബി ഇൻ ദ ഫിഗർ എ ബി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് സി ഈസ് 40. ആംഗിൾ എ ഒ സി 60 ഡിഗ്രിയാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എ ബി. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ എ ബി. ഇനി 14 ഉണ്ട്. അതിൽ ഡ്രോ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ്. ഈ പോയിന്റുകൾ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് എയുടെ അവിടെ 5 3, ബി 0 3, സി -2 -1, ഡി 3 -1 ഇത്രയും മാർക്ക് ചെയ്യണം. 2 കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. എ ബി സി ഡി ക്വാഡ്രിലാറ്ററലിലെ ഏരിയയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 13ഉം 14ഉമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 13A ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 13A ആണ് പറയുന്നത്. അതിൽ ആദ്യത്തതിൻ്റെ ആൻസർ 5 50 -50. രണ്ടാമത്തതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് റൂട്ട് ഓഫ് ഓപ്പൺ ചെയ്യുക 3 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 - 0 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 13 വരും. Since the distance from the center of the circle to the point 3 2 is shorter than the radius, 3 2 is not a point on this circle. അപ്പോൾ 3ഉം 2ഉം ആ സർക്കിളിലെ പോയിന്റ് അല്ല. മൂന്നാമത്തതിൻ്റെ ആൻസർ 3ഉം 4ഉം ആണ്. 13B അടുത്തത് പറയാൻ പോകുന്നത്. 13Bയുടെ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു 4 ആണ്. ഫസ്റ്റ് ആൻസർ വരുന്നത് എ 2 റൂട്ട് 3. ബിയുടെ ആൻസർ -2 -2 റൂട്ട് 3. രണ്ടാമത്തതിൻ്റെ ആൻസർ എ ബി ഈക്വൽ ടു 8 ആണ്. നെക്സ്റ്റ് 14ൻ്റെ ഫസ്റ്റ് ആൻസർ വരുന്നത് ഫോർ ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്കിംഗ് പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 14 നോക്കൂ, നമുക്കത് വരയ്ക്കണം. 14 നമ്മൾ വരച്ചിട്ട് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. രണ്ടാമത്തെ ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈക്വൽ ടു 5 × 4 20 സ്ക്വയർ യൂണിറ്റ്സ് വരും. എ ബി സി ഡി പാരലോഗ്രാം ആണ്. അപ്പോൾ ഈ 14ാമത്തെ ഫിഗർ ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് ഫിഗർ വരുന്നത്. നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം. കണ്ടല്ലോ, ഇതാ എയുടെ അവിടെ 5 3 മാർക്ക് ചെയ്തു, ബി 0 3, സി -2 -1, ഡി 3 -1. ഇത് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കണമെങ്കിൽ. നമുക്കിവിടെ ഒരു പാരലോഗ്രാം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എ ബി സി ഡി എന്താണ്? പാരലോഗ്രാം ആണ്. ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ അപ്പോൾ 20 യൂണിറ്റ് ആണ്. അടുത്തത് സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ. ആദ്യത്തെ 1 2 1 + 2 + 3 ദെൻ +30 ആൽജിബ്രിക് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ആൽജിബ്രിക് ഫോം ഓഫ് എൻ അർത്ഥമെറ്റിക് സീക്വൻസ് 2n + 1 ആണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ആദ്യത്തെ 30 ടേംസിൻ്റെ സമ്മ് കാണണം. 16A കൺസിഡർ ദി അർത്ഥമെറ്റിക് സീക്വൻസ് 6 10 14. ഇതൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതണം. അതേപോലെ തന്നെ ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 880 ആസ് ദ സം. 880 സം ആവണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം, എത്ര ടേം ആഡ് ചെയ്യണം ഫസ്റ്റിൽ നിന്നാണ് ചോദ്യം. ഓർ ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, 16A ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. സം ഓഫ് 2 numbers is 30 and their product is 216. 2 നമ്പേഴ്സിൻ്റെ സമ്മ് 30ഉം പ്രോഡക്റ്റ് 216 ഫോം മൈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം. 2 ഫൈൻഡ് ദ നമ്പേഴ്സ്. ആ നമ്പർ ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യണം. 17 ഫസ്റ്റത്തെ റൈറ്റ് ദ പോളിനോമിയൽ x² - 9x - 36 as the product of 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ആദ്യത്തെ ഫസ്റ്റ് 2 ഡിഗ്രി ഫാക്ടേഴ്സ് ആയിട്ട് ഈ പോളിനോമിയലിനെ എഴുതണം. 2 ടു ഗെറ്റ് x² - 9x = 36 വാട്ട് നമ്പർ ഈസ് ടേക്കൺ as x. എക്സ് ആയിട്ട് നമ്മൾ ഏത് നമ്പർ എടുത്താൽ നമുക്ക് 36 ആൻസർ കിട്ടുമെന്നാണ്. 15 16 17ൻ്റെ ആൻസർ നോക്കാം. 15ാമത്തെ ആൻസർ സമ്മ് കാണാനാണ്. നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ 30 × 31/2 ചെയ്താൽ 465 കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം സമ്മ് കാണാൻ 2 × 30 × 31
2 പ്ലസ് 1 ഇൻറ്റു 30 ചെയ്യണു. അപ്പോൾ നമുക്ക് ഇതാണ് ഫോർമുല കേട്ടോ. ഈ ഫോർമുല നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. 2n ഇൻറ്റു n പ്ലസ് 1/2 ഇൻറ്റു n ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ വരിക. അപ്പോൾ 960 ആണ് നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് സമ്മ് കാണാൻ ഈ n സ്ക്വയർ പ്ലസ് 2n വെച്ച് ചെയ്താലും കിട്ടും. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതുപോലെ ചെയ്താൽ മതി. സമ്മ് കാണാൻ n സ്ക്വയർ പ്ലസ് 2n, n എത്ര ടേം ഉണ്ട്? 30 എണ്ണം. അപ്പോൾ 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ചെയ്താൽ 960 ഈസി ആയിട്ട് കിട്ടും. ഈ മെത്തേഡാണ് കുറച്ചുകൂടി നല്ലത്. 16a അതിൽ ആദ്യത്തെ ആൻസർ വരുന്നത് 16aൻ്റെ ഫസ്റ്റ് ആൻസർ xn ഈക്വൽ ടു 4n പ്ലസ് 6 മൈനസ് 4 ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. 4n പ്ലസ് 2 കിട്ടും. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് സമ്മ് 2n സ്ക്വയർ പ്ലസ് 4n ആണ്. അപ്പോൾ നമ്മൾ 2n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 880 കൊടുത്തു. 880 ഇതിനെ ഒന്നുകൂടി പകുതിയാക്കുക. 2n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 880 ഈക്വൽ ടു 880 ആണ്. ഇതിനെ പകുതിയാക്കുക. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഇതെല്ലാം പകുതിയാവും. 2n സ്ക്വയർ വെറും n സ്ക്വയർ ആയി, 4n 2n ആയി, ദെൻ 880 440 ആയി. അപ്പം അങ്ങനെ മാറ്റി എഗൈൻ ഇതിനെ മാറ്റി നമ്മൾ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 440 പ്ലസ് 1 ആയി. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് മാറ്റിയാൽ n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. ഈ മൊത്തം സാധനവും ഇതുപോലെ മാറും. n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആയി. 440 പ്ലസ് 1 441 ആയി. ഇനി ഈ സ്ക്വയർ കളയുകയാണ് നമ്മൾ. ഈ സ്ക്വയർ കളയുമ്പോൾ 441ൻ്റെ മേലെ ഒരു സ്ക്വയർ റൂട്ട് കയറും. 21 ആണ് വരിക. അപ്പോൾ n പ്ലസ് 1 ആണ് 21. n പ്ലസ് 1 ആണ് 21 കേട്ടോ. n പ്ലസ് 1 21 ആണെങ്കിൽ n എത്രയായിരിക്കും? നമ്മൾ എന്നിനെ പുറത്തിടുന്നു. ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 21 മൈനസ് 1 ആയി മാറുന്നു. സോ ആൻസർ 20 വരും, 20 വരും. അപ്പോൾ n എന്താണ്? 20 ആണ്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് 16b ആണ്. ഇഫ് യു ടേക്ക് ദ നമ്പേഴ്സ് 15 പ്ലസ് എക്സ് ആൻഡ് 15 മൈനസ് എക്സ്, ദെൻ നമ്മൾ 15 പ്ലസ് എക്സും 15 മൈനസ് എക്സുമായിട്ട് നമ്പേഴ്സിനെ എടുക്കുകയാണെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 15 പ്ലസ് എക്സും 15 മൈനസ് എക്സും പ്രോഡക്റ്റ് 216 ആണ്. 15 ഇൻറ്റു 15 15 സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, 15 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 216 വരും. എക്സ് സ്ക്വയർ ഈക്വൾ ടു ഇപ്പോൾ എന്തെന്ന് വരുന്നു? 9 എന്ന് വരും. 15ൻ്റെ സ്ക്വയർ എത്ര വരും? 216 നമ്മൾ ഇത് കുറയ്ക്കുക. 15ൻ്റെ സ്ക്വയർ കുറയ്ക്കുക. 15ൻ്റെ സ്ക്വയർ കാണാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരും? 9 എന്ന് വരും. പിന്നെ വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു √9, ആൻസർ 3 വരും. ഇതാണ്ടോ 216 125 കുറച്ച് 81 വരും. ഈ എക്സ് സ്ക്വയർ ആണ് ആക്ച്വലി 81 വരിക കേട്ടോ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് കയറും. അപ്പോൾ ഇത് എക്സ് 9 മാറും. സോറി, എക്സ് സ്ക്വയർ 81 റൂട്ട് കയറുമ്പോൾ എക്സ് സ്ക്വയർ 9 ആവും. അപ്പോൾ എക്സിൻ്റെ ആണ് റൂട്ട്. ഓക്കെ, അപ്പോൾ 3 വരും കേട്ടോ. നമ്പേഴ്സ് 18ഉം 12ഉം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന എടുക്കാനേക്കാളും ബെറ്റർ ഈ മെത്തേഡാണ്. താഴത്തെ മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിത് നോട്ട് ചെയ്തോളൂ ആവശ്യമുള്ളവർ. 17ാമത്തെ ആൻസർ 17 ഫസ്റ്റ് ആൻസർ വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് 9x മൈനസ് 36 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2ലും എക്സ് പ്ലസ് 3യും വരും. രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് 9x 36 ആണ്. നമ്മൾ ആ 36നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 9x മൈനസ് 36 ഈക്വൾ ടു 0 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് മൈനസ് 12 എക്സ് പ്ലസ് 3 ഈക്വൾ ടു 0 കൊടുത്തു. എക്സ് മൈനസ് 12 ഈക്വൾ ടു 0 ഇടുക. എക്സ് പ്ലസ് 3 ഈക്വൾ ടു 0. അതൊരു വാല്യൂ കാണുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12 വരും. എക്സിൻ്റെ വാല്യൂ -3 വരും. എക്സിന് 2 വാല്യൂസ് ആയിരിക്കും എപ്പോഴും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെയ്യുമ്പോൾ. ഇനി 18ാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം മേലെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട്. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിലെ സൈഡും കണ്ടുപിടിക്കണം. അപ്പോൾ 18ൻ്റെ ആദ്യ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡുകളെ എക്സ് എന്നും എക്സ് പ്ലസ് 7 എന്നും എടുക്കുക. ദെൻ ഹാഫ് ബി എച്ച് ആണ് നമുക്കതിൻ്റെ എന്ത് കാണാനുള്ള ഫോം, ഏരിയ കാണാനുള്ള ഫോം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് കേട്ടോ. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൾ ടു 60 കൊടുത്തു. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൾ ടു 60 ഇൻറ്റു 2 120 എന്ന് കിട്ടി നമുക്ക്.
എക്സ് സ്ക്വയർ പ്ലസ് 7x ഈക്വൾ ടു 120 കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണു. എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 120 ഈക്വൾ ടു 0 വന്നു. ഇനി നമ്മളിവിടെ എന്ത് ചെയ്തു? ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ആ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ അല്ലേ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഫോം പഠിച്ചു വെക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 120/2 ഇൻറ്റു 1 ചെയ്തു. ദെൻ അത് സോൾവ് ചെയ്യുമ്പോൾ -7 പ്ലസ് ഓർ മൈനസ് 23/2 ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ -7 പ്ലസ് 23/2 8 വരും. അല്ലെങ്കിൽ നമ്മൾ -7 മൈനസ് 23/2 -15. എക്സിന് എപ്പോഴും 2 വാല്യൂ വരും കേട്ടോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇതല്ല, അടുത്തത് നമുക്ക് ഇതുപോലെയും ചെയ്യാം. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ് ഇനി പറയുന്നത്. ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് 8ഉം 15ഉം കൊടുത്തു. ഹൈപ്പോട്ടന്യൂസ് കാണുക. റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ 17 കിട്ടും. അപ്പോൾ നമ്മുടെ വി ക്യാൻ ഓൾസോ ടേക്ക് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് x മൈനസ് 7 ഓർ ക്യാൻ ബി ഫോളോ എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 120. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി സെക്ഷൻ 19 ആണ്. 19-ൽ നിങ്ങൾക്ക് എ ഓർ ബി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ prove that the length of 2 tangents to a circle from a point outside the circle are equal, or prove that the radius of the incircle of any equilateral triangle is half the radius of its circumcircle. 20. In the figure, O is the center of the circle. A line from the center of circle cuts a chord into 2 parts. Find the radius of the circle. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് കാണണം. അപ്പോൾ സെക്ഷൻ 19A ആൻസർ നോക്കാം. 19A വരുന്നത് ഇൻ ദ ഫിഗർ O is the center of the circle and P is a point outside the circle. The tangents drawn from P to the circle meets the circle at A and B. Angle A equal to angle B equal to 90 degree ആണ്. The tangent through a point on the circle is perpendicular to the radius through that point. അപ്പോൾ OA equal to OB വരും. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈക്വൽ ആണ്. ഫ്രം ദ റൈറ്റ് ട്രയാങ്കിൾസ് OAP ആൻഡ് OPB PA ഈക്വൽ ടു റൂട്ട് ഓഫ് OP സ്ക്വയർ മൈനസ് OA സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് OP സ്ക്വയർ മൈനസ് OB സ്ക്വയർ ഈക്വൽ ടു PB എന്ന് വരും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൂഫ് പോലെ എഴുതിയിരിക്കുന്നതാണ്. എപ്പോഴും സർക്കിൾസിൽ നിന്ന് പ്രൂഫാണ് കൂടുതൽ ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ 19B ചെയ്യുക നിങ്ങൾ. ഇൻ ദ ഫിഗർ ABC ഇസ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. O is both the center of the circumcircle and the center of the incircle of ABC. The incircle touches BC at P. Angle P equal to 90 degree. Angle OBP equal to angle OBA 30 degree. In the right triangle OPB, OB equal to 2 into OP. OP equal to 1/2 OB. That is, the radius of the incircle of any equilateral triangle is half the radius of its circumcircle. ഇനി 20ൻ്റെ ആൻസർ വരുന്നത് 4 ഇൻറ്റു 3 ദാറ്റ് ഇസ് ഈക്വൾ ടു R സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. R സ്ക്വയർ മൈനസ് 4 ഈക്വൾ ടു 12. ഈ ഇക്വേഷൻ 3 ഇൻറ്റു 4 12 ആയതാണ് കേട്ടോ. 2 സ്ക്വയർ 4 ആയി. ദെൻ നമ്മൾ -4 അപ്പുറത്ത് പോകുമ്പോൾ +4 ആവും. 12 + 4 16. R സ്ക്വയർ 16 ആണെങ്കിൽ R ഈക്വൾ ടു റൂട്ട് 16 4 സെൻറ്റിമീറ്റർ വരും. ഇനി 21 നമുക്ക് വരുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് OA OB. ഈ ഫിഗറിൽ OAയും OBയും നമ്മൾ കാണുന്ന ലെങ്ത്. അതിനുശേഷം ഈ റോംബസിൻ്റെ ലെങ്ത് ഓഫ് ദ ഡയഗണലും കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉള്ളത് ഇൻ ദ ഫിഗർ സർക്കിൾ ഈസ് ഡ്രോൺ ടു ദ ട്രയാങ്കിൾ ABC. AB 9ഉം ആംഗിൾ ACB 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. റേഡിയസ് കാണണം. 21A ആംഗിൾ OAB 90 ഡിഗ്രിയാണ്. ഫസ്റ്റ് OA എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു സൈൻ 40 5 ഇൻറ്റു സൈൻ 40 ആണ്. സൈൻ 40യുടെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ OB എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു കോസ് 40 ആണ്. കോസ് 40യുടെ വാല്യൂ ആണിത്. ഓക്കെ, അപ്പോൾ സൈൻ 40 പറയണത് OA/5ഉം കോസ് 40 ഡിഗ്രി OB/5ഉം. രണ്ടാമത്തെ AC കാണാൻ 2 ഇൻറ്റു OA. OAയുടെ വാല്യൂ നമ്മൾ പുട്ട് ചെയ്തിട്ടുണ്ട്. ആൻസർ 6.428 സെൻറ്റിമീറ്റർ. BDയുടെ ആൻസർ വരുന്നത് 7.660 സെൻറ്റിമീറ്റർ. ഇനി 21Bയുടെ ആണെങ്കിൽ ഈ ഫിഗറിൽ ഇൻ ദ ഫിഗർ O is the center of the circle and OP is perpendicular to AB. The central angle of small arc AB equal to 2 into angle C equal to 120 degree. Angle AOP equal to angle BOP 60 degree ആണ്. AP equal to BP equal to 9/2 that is equal to 4.5 centimeter. In the right triangle OPA ൽ OA equal to 4.5 ആണ് into 2/√3. So 9/√3 വരും. That is equal to 3√3 centimeter or
2r sin 60 ഡിഗ്രി ഈക്വൽ ടു 9 ആണ്. 2r ഇൻറ്റു √3/2 9 sin 60 ആണ് √3/2 കേട്ടോ. അപ്പോൾ r ഇൻറ്റു √3 ഈക്വൽ ടു 9 വന്നു. r ഈക്വൽ ടു 9/√3 ദാറ്റ് ഇസ് ഈക്വൽ ടു 3√3 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരും. നമുക്ക് ഇതേ √3 സ്റ്റെപ്പ് തന്നെ ഇങ്ങനെയും ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി 22 നമുക്ക് കാണാനുള്ളത് ഫസ്റ്റത്തെ പി എസിൻ്റെ വാല്യൂ കാണണം. 2 കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR കാണണം. 23-ൽ എയും ബിയും ഉണ്ട്. 23-ൻ്റെ എയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു റഫ് ഫിഗർ വരയ്ക്കണം. 2 കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റും കാണണം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ വരുന്നത് ബിയിലെ ആദ്യ ചോദ്യം ഡ്രോ റഫ് ഫിഗർ വരയ്ക്കാനാണ്. 2 കാൽക്കുലേറ്റ് ദ ഹൈറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം 22 നോക്കാം, ദെൻ 23 നോക്കാം. 22 ഫസ്റ്റിൻ്റെ ആൻസർ പി എസിൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ, 2 RS 4 സെൻറ്റിമീറ്ററും QS 4√3 ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈക്വൽ ടു 1/2 ഇൻറ്റു 4√3 + 4 ഇത് ബേസ് ആണ്, ഇത് ഹൈറ്റ് കേട്ടോ, ഇൻറ്റു 4. സോ 8√3 + 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ വരും. 23A ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഇതുപോലെയാണ് വരിക കേട്ടോ. ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്യുക. രണ്ടാമത്തെ 23A സെക്കൻഡിൻ്റെ ആൻസർ ഇഫ് യു ടേക്ക് BC x മീറ്റേഴ്സ് ദെൻ ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ ABC AB x√3 ആയി മാറും. ദെൻ റൈറ്റ് ട്രയാങ്കിൾ ABD എടുക്കുമ്പോൾ tan 35 ഡിഗ്രി വരും. ABD ആണ് കേട്ടോ, ABD. അപ്പോൾ 35 കണ്ടല്ലോ. അപ്പോൾ tan 35 പറയുന്നത് x√3/10 + x ആണ്. 10 + x നമ്മൾ 10 + x ഇൻറ്റു 0.7002 ഈക്വൽ ടു x√3. അതിനെ ഒന്നുകൂടി മാറ്റുന്നു. അപ്പോൾ 7.002 + 0.7002 ഇൻറ്റു x ഈക്വൽ ടു x√3 കൊടുത്തു. എക്സിനെ പുറത്തിടുക, ബാക്കിയെല്ലാം അകത്ത് കയറട്ടെ. അപ്പോൾ 7.002/√3 - 0.7002 എന്ന് വരും. ഇനി ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ഈക്വൽ ടു AE ആണ്. AE ഈക്വൽ ടു എന്താ വരിക? മൊത്തം AE പറയാൻ പറ്റില്ല, അതിൻ്റെ ഇടയിൽ ഒരു AB ഉണ്ട്. AB + 1.6 ചെയ്യണം. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുകയാണ്. AB നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇത് അങ്ങനെ എടുത്ത് എഴുതുക. 7.002/√3 - 0.7002 ഇൻറ്റു √3 + 1.6 മീറ്റർ. ഇതാണ് ഹൈറ്റ് വരിക. സോൾവ് ചെയ്യാൻ കുറച്ച് ടഫാണ്, അപ്പോൾ അതങ്ങനെ എഴുതി നിർത്തുക. ഇനി 23Bയുടെ ആണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടത്. രണ്ടാമത് അതിൻ്റെ എക്സ്പ്ലനേഷൻ, രണ്ടാമതിൻ്റെ ആൻസർ 23B സെക്കൻഡ് ആൻസർ ആണ്. നമ്മൾ BDക്ക് x എന്ന് എടുത്തു, CD 10 - x എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ABD എന്ന റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. tan 40 എന്ത് വരും? AD/x. AD ഈക്വൽ ടു x ഇൻറ്റു tan 40. ഇനി റൈറ്റ് ട്രയാങ്കിൾ ADC എടുക്കുക. tan 50 AD/10 - x വരും. AD ഈക്വൽ ടു 10 - x ഇൻറ്റു tan 50. x ഇൻറ്റു tan 40 ഈക്വൽ ടു 10 - x ഇൻറ്റു tan 50 വരും. x ഇൻറ്റു tan 40 + x ഇൻറ്റു tan 50 10 tan 50 വരും. x ഇൻറ്റു tan 40 + tan 50 ഈക്വൽ ടു 10 tan 50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിനെ പുറത്തിട്ടു 10 tan 50/tan 40 ഡിഗ്രി + tan 50 ഡിഗ്രി വരുന്നുണ്ട്. നമുക്ക് ഹൈറ്റ് കാണാൻ AD + 1.5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ AD എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ച ആൾക്കാരെ എടുത്ത് എഴുതുകയാണ് ചെയ്യുക. 10 tan 50/tan 40 ഡിഗ്രി + tan 50 ഡിഗ്രി ഇൻറ്റു tan 40 + 1.5 എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഈ tan 40യുടെ ഒക്കെ വാല്യൂ കൊടുക്കാം. ഇതേപോലെ 10 ഇൻറ്റു 1.1918 വരുന്നത് ആ വാല്യൂ ആണ്. വാല്യൂ പുട്ട് ചെയ്തിട്ട് ഇതുപോലെ ആൻസർ എൻഡ് ചെയ്ത് നിർത്താം കേട്ടോ. നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യാം. 24 ആണ്. 24 എന്ന് പറയുന്ന ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻറ്റ് ഫ്രം ഈച്ച് വേർട്ടെക്സ് ടു ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. 2 പ്രൂവ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ APOR ഇസ് എ സ്ക്വയർ. ആൻസർ ഇതാണ്. ഇഫ് യു ടേക്ക് PAനെ x ആയിട്ട് എടുക്കുക, PA ഈക്വൽ ടു RA x ആണ്. RC ഈക്വൽ ടു QC ഈക്വൽ ടു 8 - x ആണ്. PB ഈക്വൽ ടു QB ഈക്വൽ ടു 6 - x. അപ്പോൾ 8 - x + 6 - x 10 എന്ന് പുട്ട് ചെയ്തു. 14 - 2x 10 വന്നു. അതായത് ഈ 8 6 ആണ് 14. പിന്നെ 2x ഈക്വൽ ടു 4 വന്നു. x ഈക്വൽ ടു എന്തെന്ന് വരും? 2 എന്ന് വരും. ഇനി PA 2 സെൻറ്റിമീറ്റർ, PB 6 2 കുറച്ചാൽ 4 സെൻറ്റിമീറ്റർ, RC 8 - 2 6 സെൻറ്റിമീറ്റർ. 24A രണ്ടാമത്തെ ചോദ്യം: ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ R 90 ഡിഗ്രി ആണ്. ആംഗിൾ O 90 ആണ്. സോ A
POR is a rectangle. Since PA equal to RA, POR is a square. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് എസിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്ത് 2, 6, 4 ഇത്രയും ഇതും ചെയ്യാം കേട്ടോ. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതാണ് ഫിഗർ. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ RPQ എത്രയാണ്, ആംഗിൾ RAP എത്രയാണ്. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ PSQR. അപ്പോൾ RPQ 60 ഡിഗ്രി ആണ്. അടുത്തത് ആംഗിൾ RAP പറയുന്നത് 80 ഡിഗ്രി ആണ്. അതിൽ തന്നെ നമുക്ക് ആംഗിൾ ARP ഈക്വൽ ടു ആംഗിൾ APR 50 ഡിഗ്രി വരുന്നുണ്ട്. 3 ആംഗിൾ PSQ 110 ഡിഗ്രി, ആംഗിൾ SQR 85 ഡിഗ്രി, ആംഗിൾ QRP 70 ഡിഗ്രി, ആംഗിൾ RPS 95 ഡിഗ്രി. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത് ഡ്രോ എ സർക്കിൾ. 25ാമത്തെ ചോദ്യം, ഒരു സർക്കിൾ വരയ്ക്കണം. റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആണ്. ഡ്രോ ടാൻജൻസ് ടു ദി സർക്കിൾ ഫ്രം ദി 0.7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി സെൻറ്റർ. 26 ഡ്രോ എ ട്രയാങ്കിൾ ആണ്. സൈഡ്സ് 4.5, 6, 7. ഇൻസർക്കിളും വരയ്ക്കണം. 27 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. AP 6 സെൻറ്റിമീറ്റർ, PB 4, PCയുടെ ലെങ്ത് കാണണം. അതിൽ 27 രണ്ടാമതൊരു ചോദ്യമുണ്ട്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അപ്പോൾ 25ൻ്റെ ഇതുപോലെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. നമുക്ക് റേഡിയസ് 2.5 എടുത്തു, 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു സെൻറ്ററിൽ നിന്ന്. Drawing large circle with this line as diameter. For drawing lines from the outside point to the point of intersection of these circle. Figure ഇതുപോലെ വരയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാൻ. ഫോർ ഡ്രോയിങ് ദ ബൈസെക്ടേഴ്സ് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ, ഫോർ ടേക്കിംഗ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ബൈസെക്ടേഴ്സ് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആസ് റേഡിയസ് ആൻഡ് ഡ്രോയിങ് ദ സർക്കിൾ. ഇതുപോലെ വേണം ഫിഗർ വരയ്ക്കണമെങ്കിൽ. 6, 7, 4.5 ആർക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യണം. 27 ഫസ്റ്റത്തെ ആൻസർ 6 × 4 = P² ആണ്. P² = √24 വരും. 2√6 ആൻസർ വരും. രണ്ടാമത്, ഫോർ ഡ്രോയിങ് ദ റെക്ടാങ്കിൾ വിത്ത് ഗിവൺ മെഷേഴ്സ്, ഫോർ എക്സ്റ്റെൻഡിങ് എ സൈഡ് ബൈ ജോയിനിങ് ഇറ്റ്സ് അഡ്ജസൻറ്റ് സൈഡ്, ഫോർ ഡ്രോയിങ് എ സർക്കിൾ വിത്ത് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ, ഫോർ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അപ്പോൾ അത് വരയ്ക്കാനുള്ളതാണ്. ഇതുപോലെയാണ് ഫിഗർ വരിക കേട്ടോ. 2 ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഫിഗർ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ വേണ്ടവർ ഈ ഫിഗർ മാർക്ക് ചെയ്ത് എടുത്തോളൂ, വരച്ചെടുത്തോളുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. നമ്മൾ ജസ്റ്റ് ആൻസർ കീ മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞു പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.